അല്ല, അത് അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യമാണ്. ഏത് ലെവൽ വരെ ഇ.പി. ജയരാജനെതിരെ പാർട്ടിക്ക് പോകാൻ പറ്റുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് പ്രകാശ് ജാവദേക്കറെ ഇ.പി. ജയരാജൻ കണ്ടിരിക്കുന്നത്. ആ ഒറ്റ കാരണം കൊണ്ടാണ് പ്രകാശ് ജാവദേക്കറെ ഇ.പി. ജയരാജൻ കണ്ടതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. അല്ലെങ്കിൽ അതിലും തള്ളിപ്പറയുമായിരുന്നു. അതിൽ തള്ളിപ്പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? എന്തിനാ മുഖ്യമന്ത്രിയോടുള്ള ഞങ്ങളുടെ ചോദ്യം അതാണ്, എന്തിനാണ് ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടത്? അയാൾ ആരാണ്? കേന്ദ്രമന്ത്രിയൊന്നും അല്ലല്ലോ. എന്തിനാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നത്? ഇതിലേ പോയി കാണുമല്ലോ, എന്റെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജനെ പ്രകാശ് ജാവദേക്കറെ കാണാൻ പറ്റില്ല. മുഖ്യമന്ത്രി അത് ഇന്നലെ പറയുകയും ചെയ്തു. ഞാനും അദ്ദേഹത്തെ കാണാറുണ്ട്, ഇടക്കിടക്ക് കാണാറുണ്ട്. അതിലൊരു തെറ്റുമില്ല. ജാവദേക്കർ ജയരാജന്റെ വീട്ടിൽ പോയി കാണുന്നതിനും ഒരു തെറ്റുമില്ല. ഇന്നിപ്പം കാണുന്നത് തെറ്റാണ്. ഇന്ന് പുതിയ കണ്ടുപിടുത്തം അവർ നടത്തിയിരിക്കുന്നു. അത് ഗുരുതരമായ തെറ്റാണ് ജയരാജൻ കണ്ടത്. ജയരാജൻ കണ്ട തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി കണ്ടതും തെറ്റെന്നല്ലേ? ജയരാജന് നടപടിയെടുക്കണം, പാർട്ടി എടുക്കട്ടെ. പക്ഷെ ജയരാജനിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ BJP ബാന്ധവം, CPM-ന്റെ? നമസ്കാരം, പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. വോട്ടെടുപ്പ് ദിവസം LDF-നെ വെട്ടിലാക്കിയ ഇ.പി. ജയരാജന് ജാഗ്രത കുറവുണ്ടായെന്ന മുഖ്യമന്ത്രിയുടെ വിശദീകരണം ആയുധമാക്കുകയാണ് UDF. ജയരാജൻ ദല്ലാളിനൊപ്പം ജാവദേക്കറെ കണ്ടത് കുഴപ്പമായി കണ്ട മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയെ എതിർക്കാത്തത് എന്താണെന്നാണ് ചോദ്യം. ഒരു പടി കൂടി കടന്ന് ജാവദേക്കറുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയതെന്താണെന്നും ചോദ്യം. BJP-യിൽ ചേരാനല്ല, BJP-യുമായി മുഖ്യമന്ത്രിക്കായി ഡീൽ ഉറപ്പിക്കാനാണ് ജയരാജ നീക്കമുണ്ടായതെന്ന ആരോപണം പാർട്ടി അണികളെ പോലും ആശയക്കുഴപ്പത്തിലാക്കുമ്പോൾ തിങ്കളാഴ്ചത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് നിർണായകമാവുകയാണ്. BJP-യുടെ നിഴലിനെ പോലും അകറ്റി നിർത്തണമെന്ന് അണികളെ ബോധവൽക്കരിക്കുമ്പോൾ ബാന്ധവം ഉറപ്പിക്കാൻ പോയ ജയരാജൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടതോ അതോ പെടുത്തിയതോ? പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പയൻ ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇടത് നിരീക്ഷകൻ NM പിയേഴ്സൺ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീജിത്ത് പണിക്കർ, ഇക്കാര്യത്തിൽ 3 സംശയങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത്, അത് ആദ്യം പുറത്തു വന്ന വിവരം, BJP-യിലേക്ക് ചേരാനായിട്ട് ഇ.പി. ജയരാജൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് പക്ഷേ ശോഭാ സുരേന്ദ്രന്റെ ഒരു ആരോപണം എന്ന രീതിയിൽ, അത് ശോഭാ സുരേന്ദ്രൻ പേര് പറഞ്ഞില്ല എങ്കിലും അടുത്ത ദിവസം K. സുധാകരൻ പേര് പറയുന്നു. പിന്നെ ശോഭാ സുരേന്ദ്രൻ അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷെ പിന്നീട് വന്ന കാര്യമാണല്ലോ കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത്. CPM BJP ബാന്ധവത്തിന് വേണ്ടിയാണ്, ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ജയരാജൻ ജാവദേക്കറെ കണ്ടത് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നു, ജയരാജന്റെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് അതിലുള്ള ഒരു ഡീലിന് വേണ്ടിയാണ് ജാവദേക്കറുമായി ചർച്ച നടത്തിയത് എന്നുള്ള കാര്യവും. എന്തായാലും ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ്, BJP CPM ഡീൽ എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ജയരാജനെതിരെ നടപടി ഉണ്ടാവുകയില്ല എന്ന് വേണം കൂടി കരുതാമല്ലോ. ശ്രീ മഞ്ജുഷ്, ആദ്യമേ തന്നെ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഡീലാണ് ഇവിടെ നടന്നിരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഡീലുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എങ്കിൽ, അത് നടന്നിട്ടുണ്ടോ ഇല്ലയോ, അത് പറയേണ്ടി വന്നിരുന്ന സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു ഡീൽ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ആധികാരികമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫോംഡ് ഗസ് ഒക്കെ പറയണമെങ്കിൽ പോലും വോട്ട് എണ്ണിത്തീരുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതിനിയും ഏതാണ്ടൊരു 4-5 ആഴ്ച എടുക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ശ്രീ ജയരാജൻ ഇത് പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അതും ഇത് തന്റെ പാർട്ടിയെ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രതിരോധത്തിലാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു വിവരമാണ് താൻ പറയാൻ പോകുന്നത് എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രീ ഇ.പി. ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചെന്ന് രാവിലെ തന്നെ ചാടിക്കൊടുക്കുക. അവർ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം യാതൊരു വിധത്തിലുള്ള ഡിഫൻസും കൂടാതെ അദ്ദേഹം അതിനെ അഡ്മിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അങ്ങേയറ്റം ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. കാരണം താൻ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ പ്രതിഫലനം എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ ഉണ്ടാവുക എന്നതിനെപ്പറ്റി അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. കാരണം രാഷ്ട്രീയ തന്ത്രങ്ങളൊക്കെ തന്നെ വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അങ്ങനെ ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്, ചുരുങ്ങിയത് പാർട്ടി കേഡറുകളുടെ ആത്മവിശ്വാസത്തെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാകേണ്ടുന്ന നേതാവാണ് ശ്രീ ഇ.പി. ജയരാജൻ. ഇവിടെ 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഈ ആരോപണത്തിന്റെ ഭാഗമായിട്ട് എന്തായിരുന്നു ഇതിന്റെ ആക്ച്വൽ പർപ്പസ് എന്ന കാര്യത്തിൽ ഈ പറയുന്നതിൽ
നന്ദകുമാർ പറയുന്ന കാര്യത്തിലാണെങ്കിലും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യത്തിലാണെങ്കിലും ഇനി ശ്രീ ജയരാജൻ തന്നെ പറയുന്ന കാര്യത്തിലാണെങ്കിലും അന്തരമുണ്ട് എങ്കിലും ഇവർ ഈ പറഞ്ഞിരിക്കുന്ന സീക്വൻസ് ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്നത് അവിടെ നടന്നിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എന്തുകൊണ്ടാണ് തന്റെ മകന്റെ ഒരു ഫ്ളാറ്റിൽ അവിടെ ക്ഷണിതാവായിട്ട് ശ്രീ പ്രകാശ് ജാവദേക്കർ വരാനുള്ള സാഹചര്യം ഉണ്ടായത്, എന്തിനാണ് ഇദ്ദേഹം അവിടെ പോകുന്നത്, കാണുന്നത്, കൂടിക്കാഴ്ച നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള ഒരു വിശദീകരണം ഉണ്ടാകേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിശദീകരണം ഒന്നും തന്നെ യുക്തിസഹമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടി ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇക്കാര്യത്തിൽ ജയരാജന് വേണമെങ്കിൽ ക്രെഡിറ്റ് നേടാമായിരുന്നുവല്ലോ. കാരണം അദ്ദേഹത്തിന് ഇത് തള്ളിപ്പറയുവാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നെ കാണുവാൻ വേണ്ടി BJPയുടെ ഒരു സമുന്നത നേതാവ് വന്നു, ഇവിടെ കേരളത്തിൽ പാർട്ടിയെ വളർത്തുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ആളാണ് വന്നത് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഈ ആരോപണം വന്നതിൻ്റെ പിറ്റേ ദിവസം സുധാകരൻ പറഞ്ഞ ആ ദിവസമെങ്കിലും അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റ് എടുക്കാമായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ളത് ജയരാജൻ ഈ വിഷയത്തിൽ ഒരു ഡീൽ ഉറപ്പിക്കാൻ തന്നെയാണ് ഈ കൂടിക്കാഴ്ച നടത്തിയത് എന്ന കാര്യം വ്യക്തമാക്കുന്നതാണല്ലോ. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഇറക്കി വിട്ടുവെന്നോ ഓടിച്ചുവെന്നോ അങ്ങനെയൊക്കെ പറയാവുന്ന കാര്യമാണ് ജയരാജന്. മുൻപും പറഞ്ഞിട്ടുള്ളയാളാണ് ജയരാജൻ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ. അപ്പോൾ ജയരാജൻ അവിടെ മറയ്ക്കുകയാണ് ചെയ്തത്. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരക്ഷരം അദ്ദേഹം മിണ്ടിയില്ല. മറിച്ച് കെ സുധാകരന് അൾഷിമേഴ്സ് ഉണ്ടെന്നും മരുന്ന് കഴിക്കുന്നത് മാറിപ്പോകുന്നു, മരുന്ന് കൃത്യമായിട്ട് കഴിക്കണമെന്നുള്ള ഉപദേശമാണ് നൽകിയത്. അവിടെ തന്നെ ജയരാജൻ സംശയദൃഷ്ടിയിലാവുകയല്ലേ? ഈ ഡീൽ അദ്ദേഹം മറച്ചു വെച്ചു. തീർച്ചയായും അത് ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ഇടപാടിൽ അദ്ദേഹത്തിന്റെ താല്പര്യം, ഏത് ഇടപാടാണെങ്കിലും ആ ഇടപാടിൽ, ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന്റെ താല്പര്യം എന്നതിനെ തള്ളിപ്പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സാഹചര്യമോ മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ തെളിവോ ഉണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം. അതായത് അദ്ദേഹം അവിടെ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് എന്ന് പറയുന്ന രീതിയിലോ ഒന്നും തന്നെ പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിയാത്ത, തനിക്ക് ക്രെഡിബിലിറ്റി കിട്ടാത്ത രീതിയിലുള്ള ഒരു വിഷയത്തിനെ കുറിച്ചാണ് താൻ അഭിപ്രായം പറയുന്നത് എന്നതും ഒരുപക്ഷെ മറ്റുള്ള ആൾക്കാർ പറയുന്ന കാര്യത്തിനാണ് കൂടുതൽ ക്രെഡിബിലിറ്റി എന്നതിനെ സ്ഥാപിക്കാൻ ഉതകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരുപക്ഷെ നാളെ വരാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് ശ്രീ ജയരാജൻ കരുതുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വളരെ ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളത് പരമപ്രധാനമാണ്. ശ്രീ ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടിക്ക് എത്രത്തോളം അനഭിമതനായി മാറിയിട്ടുണ്ടായിരുന്നു എന്നത് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുള്ള പല സംഭവങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ വളരെ ഒരു ലോ പ്രൊഫൈലായിട്ട് LDFന്റെ കൺവീനർ ആണെങ്കിൽ പോലും ഒരു ലോ പ്രൊഫൈലായിട്ട് പാർട്ടിയിൽ മാറുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തന്നെ കുറച്ച് നിരാശയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ കുറച്ച് ഈ പാർട്ടി സംവിധാനത്തിനോട് അവമതിപ്പോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നതും ഇവിടെ പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ പ്രസ്താവനയാണ്. അതായത് അദ്ദേഹം തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ ആവർത്തിച്ചതുപോലെ, ഇവരെ കണ്ടതിലല്ല പ്രശ്നം, അദ്ദേഹവും പലതവണ കാണാറുണ്ട്, ഏതാണ്ട് അവസാനം കാണുന്ന സമയത്ത് നിങ്ങൾ പരമാവധി ശ്രമിക്കുകയാണല്ലേ, നമുക്ക് നോക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന രീതിയിലാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഏത് സമയത്താണ് അദ്ദേഹം ശ്രീ പ്രകാശ് ജാവദേക്കറെ അവസാനമായിട്ട് കണ്ടത്? നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം നേടുന്നതിന് വേണ്ടിയിട്ടോ ഒരു സീറ്റ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ശ്രമമാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിൽ ഏത് സമയത്താണ് അദ്ദേഹം ശ്രീ ജാവദേക്കറിനെ കണ്ടത് എന്നും ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം അവിടെ ഉണ്ടായത് എന്നതും പ്രധാനമാണ്. കാരണം നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതേപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ശ്രീ നന്ദകുമാറിന്റെ മറ്റൊരു ആരോപണം വന്നിരുന്ന സമയത്ത് അതിനെ CPM ഏറ്റെടുത്തത് നമ്മൾ കണ്ടതാണ്. കാരണം ശ്രീ അനിൽ ആന്റണിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പണം കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നും ആ സമയത്ത് ഇതേ നന്ദകുമാർ തന്നെ ജാവദേക്കറുമൊപ്പം ഇതേപോലെ വാഹനത്തിൽ യാത്ര ചെയ്തു എന്ന് പറഞ്ഞിരുന്ന കാര്യമെല്ലാം പറയുന്ന സമയത്ത് ആ സമയത്ത് ഇതെല്ലാം തന്നെ ഒരു ഷെയ്ഡിയായിട്ടുള്ള ഡീൽ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് CPMന്റെ പല ആൾക്കാരും ഉപയോഗിച്ചതാണ്. അപ്പൊ CPMുമായിട്ട് രഹസ്യ ബാന്ധവം ഏതെങ്കിലും രീതിയിൽ BJPയുമായിട്ട് രഹസ്യ ബാന്ധവം CPMന്റെ ഏതെങ്കിലും നേതാക്കന്മാർ ഏതെങ്കിലും നിലകളിൽ നടത്തിയിട്ടുണ്ടോ, അതിനാരെങ്കിലും ചുമതലപ്പെട്ടിട്ടുണ്ടോ, അതോ ഇത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വന്തം താല്പര്യപ്രകാരമാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് ഇന്ന് ശ്രീ ജയരാജന്റെ പരസ്യമായിട്ടുള്ള പ്രസ്താവന പാർട്ടിയെ വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പാർട്ടിക്ക് പുറത്തു വരണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വിശദീകരണങ്ങളോ ഈ നടപടികളോ പോരാ. ഒന്നുകിൽ ശ്രീ ജയരാജൻ അതേ സ്ഥാനത്ത് തന്നെ തുടരുകയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം സംശയത്തിന്റെ നിഴലിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതിനെപ്പറ്റി അദ്ദേഹം വിശദീകരിച്ചില്ല എങ്കിലും പാർട്ടി വിശദീകരിക്കാനുള്ള ധാർമ്മികത പാർട്ടിക്കുണ്ട്, പ്രവർത്തകരോട് വിശദീകരിക്കേണ്ടതാണ്. ഇനി അതല്ല, ഈ പാപി ശിവനോടൊപ്പം ചേരുന്ന സമയത്ത് ശിവനും പാപിയാകും എന്നുള്ളതാണ് CPMന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും പോളിറ്റ് ബ്യൂറോയുടെയും നിലപാട് എങ്കിൽ പിന്നീട് ആ പാപിയോ ശിവനോ
അതേ സ്ഥാനത്ത് തുടരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ ഇവർക്കൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി കൂടി മനസ്സിലാക്കാൻ സി പി എമ്മിന്റെ നേതൃത്വത്തിന് എന്തായാലും അതിന് കഴിവുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിനെ സംസ്ഥാന തലത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അത് ബാധിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കാൽക്കുലേഷനും അവരുടെ ഭാഗത്തുണ്ടാകണം. അപ്പൊ എങ്ങനെയാണ് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സി പി എം പോകുന്നത് എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇത് വാക്കൊന്ന് പ്രവൃത്തി മറ്റൊന്ന് ഈ രീതിയിൽ തന്നെ ആയിപ്പോയി. അത് മാത്രമല്ല, സെൽഫ് ഗോളുകളുടെ പെരുമഴയാണ് ഇവിടെ സംഭവിച്ചത്. അത് ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ കൂടിക്കാഴ്ചയ്ക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ ദല്ലാളിന്റെ കൂടെ പോയി കണ്ടതാണ് മുഖ്യമന്ത്രിക്ക് കുഴപ്പമായി തോന്നുന്നത്. അതുപോലെ തന്നെ പാപിയായി ജയരാജൻ എന്ന കാര്യം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി. ചെയ്യാൻ പാടില്ലാത്തത് ജയരാജൻ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ജയരാജനെതിരെ നടപടി വേണം. പക്ഷേ അതിന് മടിക്കുകയാണെങ്കിൽ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. പാർട്ടിയുടെ അറിവോടെയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത് എന്ന്. എന്തായാലും ഒരു ദുരൂഹത ഇക്കാര്യത്തിൽ വന്നിരിക്കുകയാണ്. ഒരു ഡീൽ ഉറപ്പിക്കുവാനുള്ള ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന കാര്യം വന്നിരിക്കുകയാണ്. അതല്ലെങ്കിൽ ജയരാജൻ സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും ഒരു ഫേവർ കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നും നടന്നിട്ടില്ല എന്ന് ജയരാജൻ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. മനുഷ്യ, ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. ഒരുപക്ഷെ കേരളത്തിൽ EPയെ ആളുകൾ തിരിച്ചറിയുകയും EPയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് EPയെ തിരിച്ചറിയുകയും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ പോലെ വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ആ നിഷ്കളങ്കത പലപ്പോഴും അദ്ദേഹത്തിന്റെ ദൗർബല്യമാവുകയും ആ ദൗർബല്യത്തെ ചൂഷണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ പലരും EPയെ കൊണ്ട് അല്ലെങ്കിൽ EPയിൽ നിന്ന് ചെയ്തു വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണല്ലോ. EPക്ക് എപ്പോ എവിടെ എന്തു പറയണം എന്നറിയാൻ കഴിയാത്ത തരത്തിലേക്ക് EPയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതൊരുപക്ഷെ CPMനെ അടക്കം വലിയ പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ ഈ പാർട്ടിയിൽ കേരളത്തിലെ ആ പാർട്ടിയുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരെ സംബന്ധിച്ചും അണികളെ സംബന്ധിച്ചും അനുഭാവികളെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ ഒരു ഉദാഹരണം ഞാൻ ഒരു സാഹചര്യം സൂചിപ്പിച്ചാൽ, EPയെ പോലെ പാർട്ടിയുടെ റോസ്റ്ററിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ കോടിയേരിയുടെ മരണത്തിന് ശേഷം അദ്ദേഹം സെക്രട്ടറി ആകുന്ന നിങ്ങൾ മാധ്യമങ്ങളും പാർട്ടി പൊതുബോധവും അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് MV ഗോവിന്ദൻ മാസ്റ്ററിനെ സെക്രട്ടറിയായി പാർട്ടി തീരുമാനിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള ആർജവം ഉണ്ടായിരുന്ന പാർട്ടിയാണ് CPM എങ്കിൽ ഈ പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനം പാർട്ടി എടുത്തിരിക്കും എന്നു തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. തിങ്കളാഴ്ച വരെ നിങ്ങൾ കാത്തിരിക്കൂ. പാർട്ടി ഇക്കാര്യത്തെ സംബന്ധിച്ച് വളരെ കൃത്യം അനവസരത്തിൽ പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യുന്ന ഏതൊരു സഖാവിനെയും പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. അത് ഏതു വലിയ കൊലക്കൊമ്പനായാലും അയാൾക്കെതിരെ നടപടിയെടുത്ത ചരിത്രമാണ് പാർട്ടിക്കുള്ളത്. സഖാവ് VSനെയും സഖാവ് EMSനെയും അതുപോലെ സഖാവ് KR ഗൗരിയെയും സഖാവ് MVRനെ അടക്കം പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്. അപ്പൊ പാർട്ടിയുടെ അറിവോടെയാണെങ്കിലോ നിങ്ങൾ കരുതുന്നത് എന്താ? CPMനെ സംബന്ധിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി തീരുമാനിച്ചതിന് ശേഷം EP ജയരാജനെ ചുമതലപ്പെടുത്തി ഈ രഹസ്യ ചർച്ച നടത്തുന്നതിന് വേണ്ടി പോയിട്ടുണ്ടെന്നാണോ? നിങ്ങൾ ഒന്നും സംഭവിച്ചുകൂടായ്മയൊന്നുമില്ല. ഒരു ദല്ലാൾ കൂടെ ഉണ്ടായിരുന്നു. ഈ ദല്ലാൾ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ, പൊതുസമൂഹത്തിന് മുന്നിൽ ഈ ദല്ലാൾ എപ്പോഴും CPM രാഷ്ട്രീയത്തിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നയാളാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ബന്ധമുണ്ട്. അധികാരത്തിന്റെ ഇടനാഴിയിൽ ഈ ദല്ലാൾ ഉള്ളതാണ്. ഇത് കേരളത്തിന് അറിയാവുന്നതാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ദല്ലാളിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് പരിപാടികളും നടത്താൻ EPയും തയ്യാറാകും. കാരണം EP ഇതിന് തൊട്ട് മുൻപ് തന്നെ നമുക്ക് ആ യാത്ര നടന്ന സമയമൊക്കെ അറിയാമല്ലോ. അപ്പോഴും ഒരുപാട് പേർ EPയുടെ ഈ നിഷ്കളങ്കത്വം ഉപയോഗിച്ച് EPയെ പുകഴ്ത്തിയതാണ്, EPയെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞതാണ്. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ഈ ദല്ലാളുമൊത്തുള്ള ഒരു ഡീലിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയെങ്കിൽ അത് പാർട്ടിയുടെ അറിവോടെ അല്ല എന്ന് എങ്ങനെ സമർത്ഥിക്കുവാൻ കഴിയും? മഞ്ജുഷ്, വെറുക്കപ്പെട്ടവരുമായി ഏതൊരു പൊതുപ്രവർത്തകൻ അടുപ്പം സൂക്ഷിക്കുന്നുവോ അത് ഈ ചരിത്രത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും അയാളെ തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. EPയെ സംബന്ധിച്ചിടത്തോളം ചില പോരായ്മകൾ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഇതൊരു പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ആശയ സമരമായി രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ തിങ്കളാഴ്ച കൂടുകയുണ്ട്. കാര്യം പറഞ്ഞു. ഇതേ വെറുക്കപ്പെട്ടയാൾ, ഈ ദല്ലാളിനെയാണ് താങ്കൾ ഉദ്ദേശിച്ചതെങ്കിൽ ഇതേ ദല്ലാൾ തന്നെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെയും സമീപിച്ചിട്ടുണ്ട്. ഈ ദല്ലാളിന്റെ കയ്യിൽ നിന്ന് ഈ സോളാർ കേസിലെ പരാതിക്കാരിയുടെ കത്തെടുത്ത് വായിച്ചു നോക്കിയ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ.
സംശയമില്ലല്ലോ. ദല്ലാൽ തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണത്. CBIയുടെ റിപ്പോർട്ടിലും അത് വന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദല്ലാൽ അനഭിമതനൊന്നും ആയിരുന്നില്ല ആർക്കും. ഇപ്പോൾ പാപിയാണെന്ന് പറയുന്ന ആളുകൾക്കും അനഭിമതനായിരുന്നില്ല. അങ്ങനല്ല, വെറുക്കപ്പെട്ടവരെപ്പോഴും ആ വെറുക്കപ്പെട്ടവർ പറയുന്നത് വിശ്വസിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞതാണ്. ഞാൻ കടക്ക് പുറത്തു എന്നാണ് പറഞ്ഞതെന്നാണ് സഖാവ് പിണറായി ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്. നമുക്ക് അങ്ങനെ സഖാവ് പിണറായിയെ ഈ 6 പതിറ്റാണ്ടിലധികം പൊതുജീവിതം ഏത് വിഷയത്തിലാണ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്? ഈ വിഷയം ഈ നന്ദകുമാറിനോട് കടക്ക് പുറത്തു എന്ന് പറഞ്ഞു എന്നാണ് സഖാവ് പിണറായി പൊതുമധ്യത്തിൽ പറഞ്ഞത്. എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ കടക്ക് പുറത്തു എന്ന് പറഞ്ഞു എന്നാണ് പറയാം. അല്ലാതെ കണ്ടു എന്ന് ഒരിക്കലും അദ്ദേഹം അഡ്മിറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഇല്ലാത്ത ഫാക്ട്സുകളെ നമ്മൾ ഒരു നറേഷന് വേണ്ടി അങ്ങനെ ചിത്രീകരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ EP-യുടെ ഈ വിഷയം, EP-യുടെ വിഷയം പാർട്ടി ചർച്ച ചെയ്യാനാണ് വരുന്ന ദിവസങ്ങളിൽ തിങ്കളാഴ്ച അടിയന്തരമായി സെക്രട്ടേറിയറ്റ് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനം ഉണ്ടാവാം. അതോടൊപ്പം തന്നെ EP എടുത്തിട്ടുള്ള ജാഗ്രത കുറവ്, അല്ലെങ്കിൽ അദ്ദേഹം 2 തരത്തിലാണ്. ഒന്ന്, പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ വിവരം പാർട്ടിയെ അറിയിക്കുക. എന്റെ വീട്ടിൽ വന്നിരുന്നു. ചർച്ച ഏതു രാഷ്ട്രീയമല്ല. ഇപ്പൊ പൊതുപ്രവർത്തകർ പരസ്പരം കാണുമ്പോൾ സംസാരിക്കാറുണ്ട്, അടുപ്പം പുലർത്തുന്നുണ്ട്. 2 വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ തമ്മിൽ ആത്മബന്ധമുള്ള ധാരാളം ആളുകളുണ്ട്. പക്ഷേ അത് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അങ്ങനെ കടന്നു വരാറില്ല. പക്ഷെ ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയോ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ചെയ്യുന്ന പ്രവൃത്തി പോലും അല്ലാത്ത തരത്തിൽ അദ്ദേഹം തന്റെ പൊതുജീവിതത്തെ ഇങ്ങനെ മലീമസമാക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയായിരിക്കും പാർട്ടി എടുക്കാൻ പോകുന്ന വിലയിരുത്തൽ. അല്ലെങ്കിൽ പാർട്ടി വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പക്ഷേ ദല്ലാളിനൊപ്പം കൂടിക്കണ്ടതിനെ മാത്രമാണല്ലോ മുഖ്യമന്ത്രി ഈ വോട്ടെടുപ്പ് ദിവസം ഇന്നലെ എതിർത്ത് പറഞ്ഞത്. അല്ലാതെ ജാവദേക്കറിനെ കണ്ടതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് എതിരഭിപ്രായം ഇല്ലായിരുന്നു. അതാണ് ഇന്ന് പ്രതിപക്ഷവും ആയുധമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ ജാവദേക്കറെ കണ്ടെന്ന്. അതും ഡീലിന് വേണ്ടിയായിരുന്നു. എപ്പോൾ, എവിടെ വെച്ച്, എങ്ങനെ, എന്തിനു വേണ്ടി കണ്ടു എന്ന ചോദ്യവും ഉണ്ട്. ജാവദേക്കർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമല്ല, മറിച്ച് പാർട്ടിയുടെ മാത്രം ഭാഗമാണ്. BJPയെ വളർത്തുക എന്നുള്ള ലക്ഷ്യം, മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ അടർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യം, അതാണ് പ്രകാശ് ജാവദേക്കറിന് ഉള്ളത്. അദ്ദേഹം ആ കർത്തവ്യമാണ് പാർട്ടിക്ക് വേണ്ടി നിർവഹിച്ചു വന്നിരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി കണ്ടു എന്ന് പറയുമ്പോൾ അതും ഒരു സെൽഫ് ഗോൾ ആയില്ലേ അഡ്വക്കേറ്റ് BN ഹസ്കർ? നിങ്ങൾ കരുതുന്നത് BJPയുടെ കേരള പ്രഭാരിയായി വർക്ക് ചെയ്യുന്ന പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി സഖാവ് പിണറായി വിജയൻ BJPയിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നു എന്നൊരു നറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത്തരം ഒരു തമാശയല്ല ഇത്. പ്രകാശ് ജാവ്ദേക്കറുമായി നിരവധി ഘട്ടങ്ങളിൽ പല ആളുകളും പലയിടത്തും വെച്ച് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പൊതുപ്രവർത്തകർ എന്ന നിലയിൽ പരസ്പരം പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ പരിചയപ്പെടുത്തലുകൾ ഉണ്ടാവും. അങ്ങനെ പരിചയപ്പെടുത്തുന്നതിന്റെ സാഹചര്യത്തിൽ അദ്ദേഹവുമായി സംസാരിക്കുന്നതിനുള്ള അവസരം ലഭിക്കും. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ രാഷ്ട്രീയ ഡീലുകൾ. മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളെയാണ് തൽക്കാലം നമുക്ക് വിശ്വസിക്കാനാവുക. അദ്ദേഹം പറഞ്ഞതെന്താ, നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടല്ലോ, നമുക്ക് നോക്കാം എന്ന് പറയുന്നത്, അത് നമുക്ക് നോക്കാം എന്ന് പറയുന്നത് ഞങ്ങൾ സഹായിക്കാം എന്ന അർത്ഥത്തിലാണോ അതിനെ കാണേണ്ടത്? അങ്ങനെയല്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിവാഹത്തിനോ മറ്റോ കണ്ടതായിരിക്കാം, ഏതെങ്കിലും മറ്റ് ഫംഗ്ഷൻ വെച്ച് കണ്ടതായിരിക്കാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ എന്നാലും ഇതെല്ലാം ഒരു പുകമറയ്ക്കുള്ളിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ജയരാജൻ തുറന്നുവിട്ട ഒരു ഭൂതം, അത് CPMന്റെ എല്ലാ നേതാക്കളെയും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് എന്ന് മാത്രം. സത്യം തുറന്നു പറയുക പൊതുസമൂഹത്തോട്, അത്രയും മാത്രമേ ഉള്ളൂ. ശ്രീ NM പിയേഴ്സൺ, ഇപ്പോൾ ഹസ്കർ പൂർണ്ണമായിട്ടും EP-യെ ന്യായീകരിച്ചുകൊണ്ടല്ല ഇവിടെ സംസാരിച്ചത്. അങ്ങനെ അദ്ദേഹം ചെയ്തു കൂടായിരുന്നു, ഇങ്ങനെയൊരു പുകമറ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഹസ്കറിൻ്റെ നിലപാട്. പക്ഷേ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് അത് മതിയാകുമായിരുന്നോ? പിന്നെ വോട്ടെടുപ്പ് ദിവസമാണ് ഇന്നലെ, അതുകൊണ്ട് എത്രത്തോളം അദ്ദേഹത്തിന് പറയാൻ പറ്റും എന്നുള്ളതിലും ഒരു സംശയമുണ്ട്. പക്ഷേ EP-യെ അദ്ദേഹം പൂർണ്ണമായി ന്യായീകരിച്ചിട്ടില്ല. ഇന്നലെ ജാഗ്രത കുറവിന്റെ കാര്യം പറഞ്ഞിരുന്നു. താങ്കളുടെ ഒരു നിരീക്ഷണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? അല്ലെ, ഈ വിഷയത്തില് പ്രകാശ് ജാവദേക്കറുമായിട്ട് EP ബന്ധപ്പെട്ടു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ഡീലിന്റെ ഭാഗമാണ്. എന്നാൽ അങ്ങനെയാണ് എന്ന് വെളിവാക്കപ്പെട്ടാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഷേഡി പ്രോസസ്സായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ EP ജയരാജൻ മാത്രമല്ല, EP ജയരാജനുമായി ബന്ധപ്പെട്ട് ഈ കാര്യം നടത്തുന്നതിന് വേണ്ടി നടക്കുന്ന പ്രകാശ് ജാവദേക്കറും യഥാർത്ഥത്തിൽ ഷേഡി ക്യാരക്ടറാണ്. അത് പക്ഷെ ഞാൻ ഈ ചർച്ചകൾ ഒരിടത്തും കണ്ടില്ല എന്നുള്ളതാണ്. EP മാത്രം ചീത്ത,
ജാവദേക്കർ നല്ലത് എന്ന നിലക്കാണ് ചർച്ചകളൊക്കെ പോകുന്നത്. ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ ഇടപാട് നടക്കുന്നവരും അതിന് വിധേയമാകാൻ പോകുന്നവരും ഒക്കെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിലെ കച്ചവടക്കാരാണ്. അപ്പൊ രാഷ്ട്രീയത്തിലെ കച്ചവടക്കാരായിട്ട് ഇവർ മാറുന്നുണ്ടെങ്കിൽ പൊതു രാഷ്ട്രീയം, പ്രത്യേകിച്ച് നമ്മൾ നിലപാടിന്റെ തറയിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ആ രീതിയിൽ തന്നെ വിമർശിക്കപ്പെടുകയും അതേപോലെ തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ ഡീല് നടത്തി ജയരാജനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ജയരാജൻ അങ്ങോട്ട് ചെല്ലാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രനെ പറഞ്ഞിരുന്നത്. അപ്പൊ അത് നടത്താൻ പോകുന്ന ഒരാൾ അത്ര നല്ലൊരു രാഷ്ട്രീയ നേതാവായിട്ട് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? ഞാൻ എന്തായാലും അങ്ങനെ കണക്കാക്കുന്നില്ല. കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളെ കാശ് കൊടുത്തോ മറ്റ് പലതരത്തിലുള്ള ഓഫറുകൾ നൽകിയോ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരാള് തീർച്ചയായിട്ടും വളരെ മോശമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. അതേ സ്വഭാവം തന്നെയാണ് ഇപിക്കും ഉള്ളത് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് CPM അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. രണ്ട് വിഷയങ്ങളാണ് വളരെ ഗൗരവമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഒന്ന്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പൊ EP പരിശ്രമിച്ചിരുന്നോ? ഒന്ന്. രണ്ട്, ഇലക്ഷൻ നടക്കുന്ന അന്ന് രാവിലെ തന്നെ എന്തുകൊണ്ട് അദ്ദേഹം ഞാൻ കണ്ടു എന്ന് പ്രഖ്യാപിച്ചു? ഇതിന്റെ രണ്ടിന്റെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം നാളെ നടക്കുന്നതായിട്ടുള്ള സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയും വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയാൻ അവർ ബാധ്യസ്ഥരുമാണ്. കാരണം പ്രേമേന്ദ്രൻ ഊണ് കഴിക്കാൻ പോയതിനെ കുറിച്ച് നടത്തിയിരുന്ന ചർച്ചകളിലൊക്കെ എത്ര ശക്തമായിട്ടാണ് അതിനെ എതിർത്തിരുന്നത് CPM. അതുപോലെയുള്ള ഒരു സ്വഭാവം അവരുടെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൺവീനർ നടത്തി കഴിഞ്ഞാൽ അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും നടപടിക്ക് അത് വിധേയമാക്കുകയും ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? വെറും സംഭാഷണം മാത്രമാണോ? സൗഹൃദ സംഭാഷണം മാത്രമാണോ? അതൊക്കെ വളരെ കൃത്യമായിട്ട് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് ഒരു ബാധ്യതയാണ്. എന്നുവെച്ചാൽ CPM എത്തിയിരിക്കുന്ന വലിയൊരു ഡയലമയിലാണ്. ആ ഡയലമയെ പൊട്ടിത്തെറിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തന്നെ അത്തരത്തിലുള്ള ഒരു മറുപടി പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ശ്രീ NM Pearson മറ്റൊരു കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞു ഈ പ്രകാശ് ജാവദേക്കർ അദ്ദേഹവും ഒരു ഷെയ്ഡി ക്യാരക്ടറാണ്, കാരണം ഇങ്ങനെയുള്ള ഡീലുകൾ നടത്തുന്ന ആൾ എന്ന്. അപ്പോൾ ഈ ഡീലിന് വശംവദരാകുന്ന നേതാക്കൾ കോൺഗ്രസിലുണ്ട് എന്ന് ഓരോ മണിക്കൂറിലും പറയുന്ന ആളുകളാണ് CPMന്റെ നേതാക്കൾ. അതിൽ കെ സുധാകരനെ പോലും അവർ വിട്ടുകളയുന്നില്ല. സുധാകരൻ ഏത് നിമിഷവും BJPയിലേക്ക് പോകും. അതിനുള്ള ഡീലായി കഴിഞ്ഞു. KPCC പ്രസിഡന്റ് ആയില്ലായിരുന്നുവെങ്കിൽ എപ്പോഴേ BJPയിലായേനെ. അതായത് ഇന്ന് കോൺഗ്രസ് നാളെ BJP. ഇത് മുഴക്കിക്കൊണ്ടിരിക്കുന്നവരാണ് CPMന്റെ നേതാക്കൾ. അപ്പോൾ എല്ലാ പാർട്ടികളിലും ഇതുണ്ട് എന്നൊരു സന്ദേശം കൂടി നൽകുകയാണല്ലോ ഇവിടെ. അതിന് സംശയമില്ലല്ലോ. അതല്ലേ ഇപ്പോൾ CPMനെ വെട്ടിലാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ? ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്ന് പറയുന്ന പോലെ ഇന്നത്തെ CPM നാളത്തെ BJP എന്ന് പറയുന്നതിൽ ഒരു തർക്കമില്ലാത്തൊരു സാഹചര്യമാണ് ഇത് സൃഷ്ടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് രാഷ്ട്രീയപരമായിട്ട് അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ശരി, അഡ്വക്കേറ്റ് BN ഹസ്സൻ, ശ്രീജിത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. NK പ്രേമചന്ദ്രന് ഒരിളവും നിങ്ങൾ കൊടുത്തില്ല. പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ക്ഷണിച്ച ഒരു വിരുന്ന് സൽക്കാരത്തിൽ ഒരു ചായ കുടിക്കാൻ ചെന്നതിൻ്റെ പേരിലാണ് കൊല്ലത്ത് അദ്ദേഹത്തെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത്. RSSന്റെ വോട്ട് മേടിക്കാനാണ് NK പ്രേമചന്ദ്രന്റെ ശ്രമം, BJP വോട്ടുകളാണ് ലക്ഷ്യമിടുന്നത് എന്ന കാര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉടനീളം എടുത്തുപയോഗിച്ചു LDF. അപ്പോൾ ഇവിടെ എന്താണ് കുഴപ്പമില്ലാത്തത്? മഞ്ജുഷ്, ഇതിലൊരു കുഴപ്പമുണ്ട് ഇല്ല എന്നൊരു അർത്ഥത്തിൽ ഒരു തരത്തിലും ഒരു CPM പ്രവർത്തകരും കരുതുമെന്ന് ഞാൻ കരുതുന്നില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ ഔന്നിത്യത്തോടു കൂടി ഈ വിഷയത്തെ സമീപിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രണ്ട് അനവസരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ. ഒന്ന്, രണ്ട്, ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് പാർട്ടിയുമായി ആലോചിച്ചില്ല, പറഞ്ഞില്ല. സ്വാഭാവികമായും അങ്ങനെ രണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപിക്കെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പൊ പാർട്ടി അത് നിസ്സാരമായി കാണാൻ കഴിയില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സൗഹൃദ കൂട്ടായ്മ അല്ലെങ്കിൽ സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായി ഇരിക്കും ആ സംഭവം എന്നുള്ളതൊരു വസ്തുതയാണെന്നിരിക്കെ, ജാവേദ്കറിന്റെ തന്നെ ഒരു ഇംഗ്ലീഷ് അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്, ശോഭയ്ക്ക് ഞാൻ ആരുമായിക്കൊക്കെ സംസാരിക്കുന്നതും കാണുന്നതും ശോഭ എങ്ങനെ അറിയുന്നു എന്ന് പരിഹാസ രൂപേണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ശോഭ പറഞ്ഞത് ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പൊട്ടിക്കാൻ കഴിയുന്ന എല്ലാ പടക്കങ്ങളും പൊട്ടിച്ചു പോകുന്ന ഘട്ടത്തിൽ പറഞ്ഞു വെച്ചത് മാത്രമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ശോഭയല്ല തുടക്കമിട്ടത്. അതിനു മുൻപ് ഒരാൾ ഇതിന് തുടക്കമിട്ടിരുന്നു, ദല്ലാൽ.
അപ്പോൾ ഈ ദല്ലാളിനെ ആരാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്ന രീതിയിലുള്ള സംശയങ്ങളൊക്കെയുണ്ട്. ദല്ലാൾ പറഞ്ഞതിന് ശേഷമാണ് ശോഭ സൂചന നൽകിയത്. അതിനുശേഷം കെ സുധാകരൻ അത് തുറന്നു പറയുന്നു. പിന്നെ വീണ്ടും ദല്ലാൾ വരുന്നു. അതിനുശേഷം ശോഭ വരുന്നു. ഇങ്ങനെയൊരു പരമ്പരകൾ തന്നെ അതിനകത്തുണ്ടായിട്ടുണ്ട്. ശ്രീജിത്ത് പണിക്കർ, NM പിയേഴ്സൺ നിരീക്ഷിച്ചത് ഇത് ഈ ജാവദേക്കർ നടത്തുന്നതും BJP നടത്തുന്നതും ശരിയായ നടപടി അല്ല എന്നുള്ളതാണ്. അല്ല, നോക്കൂ, ഇത് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് ഒരു ഉത്തമ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർ ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് എന്ന നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പാർട്ടികൾ എങ്ങനെ ഈ വിഷയത്തിനെ കാണുന്നു, എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഇപ്പൊ ഈ ചർച്ചയിൽ ഒരു പൊതു അഭിപ്രായത്തിൽ തന്നെ ജയരാജനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും എന്നാൽ ജാവദേക്കറെ പ്രതിസ്ഥാനത്ത് നിർത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് നമ്മളെല്ലാവരും തന്നെ പൊതുവെ സ്വീകരിച്ചത് എന്നുള്ള വിമർശനമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിലുള്ള ഒരു ആധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ശ്രീ EP ജയരാജന്റെ ഇൻവോൾവ്മെന്റിനെ അദ്ദേഹത്തിന്റെ പാർട്ടി നല്ല രീതിയിൽ കാണുന്നില്ല, പാർട്ടി അണികൾ നല്ല രീതിയിൽ കാണുന്നില്ല. മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരുടെ പ്രസ്താവന അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കും നടപടിക്കും എതിരാണ് എന്നുള്ളത് കൊണ്ടാണ്. നേരെ മറിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. BJPയെ സംബന്ധിച്ച് ആ പാർട്ടിക്ക് ശ്രീ ജാവദേക്കറിന്റെ ഇടപാടുകൾ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റാണെന്നുള്ള ഒരു ചിന്ത അവർക്കില്ല. തന്നെയുമല്ല, അത് അവരുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്. ഈ രീതിയിലുള്ള അനൗൺസ്മെന്റുകൾ വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ശ്രീ നന്ദകുമാറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു റെവലേഷൻ എന്ന നിലയ്ക്ക് ഇത് വരുന്നതിന് മുമ്പോ എത്രയോ നാളുകൾക്ക് മുൻപേ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള അവരുടെ പല പ്രധാനപ്പെട്ട നേതാക്കളും പറഞ്ഞിട്ടുള്ളതാണ്. CPMന്റെയും കോൺഗ്രസിന്റെയും പല നേതാക്കന്മാരുമായി ഞങ്ങൾ ചർച്ചയിലാണ്, ആ ആൾക്കാരിൽ പലരും ഞങ്ങളോടൊപ്പം തന്നെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതാണ്. അത് തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് വരും എന്ന് പറഞ്ഞു, ചില ആൾക്കാരൊക്കെ വന്നു. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷവും കൂടുതലായിട്ടുള്ള ആൾക്കാർ വരും എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ആ പാർട്ടി അവർക്ക് നൽകിയിരിക്കുന്ന ഒരു ഫ്രീ ഹാൻഡ് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ആൾക്കാരെ, മറ്റുള്ള ഇതര പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരിക എന്ന രീതിയിലത്തേക്ക് ഒരു പ്രഭാരി എന്ന നിലയിൽ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ചുമതലകൾ എന്താണോ അതാണ് ശ്രീ ജാവദേക്കർ അവിടെ നിറവേറ്റുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടാണ്. അദ്ദേഹം പ്രതിസ്ഥാനത്തില്ല. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയുള്ള നിലപാടോ സമീപനമോ അല്ല CPMന്റെ ഭാഗത്ത് നിന്നുള്ളത്. CPMന് അല്പം മുമ്പ് ശ്രീ മഞ്ജുഷ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് ശ്രീ NK പ്രേമചന്ദ്രന്റെ വിഷയത്തിലുണ്ട്. അത് പകൽ വെളിച്ചത്തിൽ പാർലമെന്റിന്റെ ക്യാന്റീനിൽ പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ച് ശ്രീ NK പ്രേമചന്ദ്രൻ അദ്ദേഹത്തിനോടൊപ്പം പോയി ഒരു ചായ കുടിക്കുന്ന സമയത്ത് അതിനെ വലിയ വിവാദമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഉടനീളം ഉപയോഗിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പ്രതിരോധത്തിലാവുകയാണ്. തന്നെയുമല്ല, ഇവരൊക്കെ തന്നെ പറയുന്ന കാര്യങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ട്. ശ്രീ EP ജയരാജൻ പറയുന്നതല്ല നന്ദകുമാർ പറയുന്നത്, നന്ദകുമാർ പറയുന്നതല്ല അവിടെ ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. അപ്പൊ ഇതിലെല്ലാം തന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ട്, അതിൽ വ്യക്തതയില്ല. നേരെ മറിച്ച് BJPയുടെ പൊസിഷൻ അങ്ങനല്ല. ജാവദേക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തിനാണോ പോയിരിക്കുന്നത് ആ കാര്യത്തിനെ പറ്റി അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ വ്യത്യാസമില്ല. അപ്പൊ അതുകൊണ്ട് ഒരേ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ജാവദേക്കറെയും അല്ലെങ്കിൽ ശ്രീ EP ജയരാജനെയും ഈ വിഷയത്തിൽ അളക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടി, ജയരാജന്റെ വശത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചാൽ ജയരാജൻ പറയുന്നത് മകന്റെ ഫ്ളാറ്റിലായിരുന്നു ഞാൻ, തിരുവനന്തപുരം ആക്കുളത്തുള്ള ഫ്ളാറ്റിൽ. അപ്പോൾ അവിടെ മകന്റെ കുട്ടിയുടെ പിറന്നാളായിരുന്നു. ഈ ദിവസം അവിചാരിതമായിട്ട് അദ്ദേഹം കടന്നു വന്നു. അപ്പോൾ വരുന്നയാളുകളെ എങ്ങനെ ഇറക്കിവിടാൻ സാധിക്കും? നിഷ്കളങ്കനാണല്ലോ ജയരാജൻ. അദ്ദേഹത്തിൻ്റെ ഓരോ വാചകത്തിലും അങ്ങനെയുണ്ട്. നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്നയാളാണ്. മാത്രമല്ല അദ്ദേഹം ഭക്ഷണപ്രിയനാണ്. അദ്ദേഹം വിരുന്ന് സൽക്കാരം നടത്തുന്നതിൽ മുൻപന്തിയിലാണ്. ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത്ര നിഷ്കളങ്കമായി അദ്ദേഹം എങ്ങനെ ഇത് പറഞ്ഞു പോകുന്നു എന്നതിലാണ് അത്ഭുതം കൊള്ളുന്നത്. പിന്നെ ജയരാജൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാം, ഇങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ പാർട്ടിക്കും ഈ രീതിയിൽ തന്നെ മുഖ്യമന്ത്രിക്ക് അവിടെ ജാഗ്രത കുറവ് മാത്രം ഉണ്ടായിട്ടുണ്ട് ജയരാജന്. പക്ഷേ അത് അദ്ദേഹം അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം അത് രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതൊരു ന്യായീകരണം ജയരാജനൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണെന്ന് കൂടി കരുതാമല്ലോ. ജാഗ്രത കുറവ് ഉണ്ടായില്ല എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുകയില്ല. കാരണം അത്രമാത്രം ആരോപണം വരും. അത് തടഞ്ഞു നിർത്താൻ വേണ്ടി ഇങ്ങനെ ഒരു വാചകത്തിൽ അദ്ദേഹം അവസാനിപ്പിച്ചു. അവിടെ ജയരാജനെ തള്ളി പറയുന്നതല്ല എന്നുകൂടി നമുക്ക് ചിന്തിച്ചുകൂടെ? ഈ ജയരാജന്റെ ഈ നിഷ്കളങ്കത്വം അദ്ദേഹം റിവീൽ ചെയ്യുകയായിരുന്നുവെന്ന്. അല്ല ശ്രീ മഞ്ജുഷ്, കാരണം ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു ചൊല്ല്, ആ ചൊല്ലിൽ അദ്ദേഹം പറയുന്നത് ശിവനാണെങ്കിലും പാപിയോടൊപ്പം ചേർന്നാൽ പാപിയാകും എന്നാണ്. എന്ന് വെച്ചാൽ പിന്നെ അവിടെ ശിവൻ അവശേഷിക്കുന്നില്ല, രണ്ട് പാപികൾ എന്നാണ്. എന്ന് വെച്ചാൽ തന്റെ ഒപ്പം നിൽക്കുന്ന ഈ കണ്ണൂരിൽ നിന്നുള്ള അല്ലെങ്കിൽ CPMലെ നമ്പർ 2 എന്ന് പറയുന്ന വ്യക്തി പാപിയാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഈ പാപി എന്ന് ഉദ്ദേശിച്ചത് ദല്ലാളാണ്, ശിവൻ എന്ന് ഉദ്ദേശിച്ചത് EP ജയരാജനെ അല്ലേ? അപ്പോൾ EP ജയരാജൻ ഈ ദല്ലാളിനൊപ്പം ചേർന്നപ്പോൾ പാപിയായി മാറി എന്നുള്ളതാണ്. ദല്ലാളിന് മറ്റൊരു വിശേഷം കൂടി കൊടുക്കുന്നുണ്ട്. ഈ എഴുന്നേൽക്കുമ്പോൾ മുതൽ ആരെയൊക്കെ വഞ്ചിക്കണം, പണം ഉണ്ടാക്കണം എന്ന് കരുതിയിരിക്കുന്ന ഒരാളുടെ വലയിൽ പോയി വീഴരുതായിരുന്നു, അങ്ങനെ ഒരു ജാഗ്രത കുറവുണ്ടായി എന്ന്. അല്ലാതെ ജയരാജൻ അവിടെ തെറ്റ് ചെയ്തു, അവിടെ രാഷ്ട്രീയം പറഞ്ഞു, അവിടെ ഒരു ഡീലിന്
എന്തിനു പോയി BJP-യിലേക്ക് പോകാൻ ശ്രമിച്ചു? അങ്ങനെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറയുന്നില്ല. അല്ല, നോക്കൂ, അതിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സ്ട്രിക്ട്ലി അതിൻ്റെ ഒരു അർത്ഥത്തിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മുൻപ് ശ്രീ ജയരാജൻ ശ്രീ നന്ദകുമാറിന്റെ മാതാവിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം പാർട്ടിയുടെ ഒരു മീറ്റിംഗിൽ പോകാതെ, പാർട്ടിയുടെ ജാഥയിൽ പങ്കെടുക്കാതെ അദ്ദേഹം പോയി എന്ന രീതിയിലുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അറിഞ്ഞിരിക്കുമല്ലോ. ആ സമയത്ത് അദ്ദേഹം ഈ പാപി ശിവൻ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല. നന്ദകുമാറിനൊപ്പം പോവുക, നന്ദകുമാറിന്റെ കുടുംബത്തിനൊപ്പം പോവുക എന്നുള്ളതായിരുന്നു പ്രശ്നമെങ്കിൽ, അതാണ് നിങ്ങളെ പാപിയാക്കിയിരുന്നത് എങ്കിൽ ശ്രീ ജയരാജൻ അന്നേ പാപിയാണ്. പക്ഷെ അന്നും അദ്ദേഹം ശിവനായിട്ട് തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പാപം എത്തിയിട്ടില്ല. അന്ന് ജാവദേക്കർ അവിടെ ഇല്ല. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ വന്നിരിക്കുന്നത്, ഇതിൽ ജാവദേക്കർ കൂടി കടന്നു വന്നതിന് ശേഷമാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഓൾറെഡി ഒരു സിന്നറാണ് എന്ന രീതിയിലത്തേക്ക് അവിടെ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇവിടെ ശ്രീ ജയരാജൻ ഒരുപക്ഷെ തിരിച്ച് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം, അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ നിലവിലത്തെ സാഹചര്യം കൊണ്ട് അദ്ദേഹം പ്രതിരോധത്തിലായി പോയതുകൊണ്ട് അദ്ദേഹത്തിന് ചോദിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന അതേ ചോദ്യം തന്നെയാണ്. കാരണം നമ്മൾ മുഖ്യമന്ത്രി ഏതെങ്കിലും ഒരു ചടങ്ങിൽ എവിടെയെങ്കിലും പങ്കെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ എത്ര വലിയ ഒരു സുരക്ഷാ വലയത്തിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയുടെ ആൾക്കാരുടെ ഒരു വലയത്തിലുമാണ് അദ്ദേഹം ഓരോ സ്ഥലത്തേക്കും പോകുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സാഹചര്യത്തിലും എവിടെയെങ്കിലും വെച്ചൊരു കുശലം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പോലും ശ്രീ ജാവദേക്കറും അദ്ദേഹവും തമ്മിൽ സംസാരിക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. അഥവാ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് മാധ്യമങ്ങളുടെ കണ്ണിലും എത്തുമായിരുന്നു, അവരെന്തായാലും അത് റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ ഒരു സിനിമയാണ്, ഈ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന സിനിമയിൽ വേലക്കാരിയായിട്ട് വരുന്ന ശോഭനയുടെ മുറിയുടെ തൊട്ടടുത്ത് എനിക്ക് തോന്നുന്നത് അവിടെ വിജയരാഘവൻ, ജഗദീഷ് ശ്രീകുമാർ, ജനാർദ്ദനൻ, ഈ 3 ക്യാരക്ടേഴ്സ് അവിടെ ഇങ്ങനെ രാത്രിയിൽ അവിടെ തപ്പിപ്പരതി നടക്കുകയാണ്. തപ്പിപ്പരതി നടക്കുന്ന സമയത്ത് അത് ആൾക്കാർ അറിയുന്നു, വീട്ടിലൊരു വലിയ വിഷയമാകുന്നു. അങ്ങനെ വരുന്ന സമയത്ത് കുടുംബത്തിന്റെ കാരണവരായിട്ടുള്ള ഗൃഹനാഥനായിട്ടുള്ള നരേന്ദ്രപ്രസാദ് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അവിടെ വന്നത്, നീ എന്തിനാണ് അവിടെ വന്നത്, നീ എന്തിനാണ് അവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ ജനാർദ്ദനൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്, മച്ചമ്പി എന്തിനാ മച്ചമ്പി അവിടെ വന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ഒരുപക്ഷെ ശ്രീ ഇ പി ജയരാജന്റെ മനസ്സിൽ ശ്രീ പിണറായി വിജയനോടുള്ള ചോദ്യവും ഇത് തന്നെയായിരിക്കും. ഞാനവിടെ പോയി, ഞാനത് സമ്മതിച്ചു, പക്ഷെ ഈ സംഭാഷണം അവിടെ ഉണ്ടാകണമെങ്കിൽ മച്ചമ്പി എന്തിനാ മച്ചമ്പി പോയത് എന്ന് ചോദിക്കാൻ കഴിയണം. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇത് ചോദിക്കാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ക്ലോസ് അദ്ദേഹം വെച്ചിട്ടുണ്ടല്ലോ, ശ്രീജിത്ത് പണിക്കർ, അവിടെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം ജാവദേക്കറെ പാപിയായിട്ട് കാണുന്നില്ല. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അത് വ്യക്തമാണല്ലോ. അദ്ദേഹം പാപിയായിട്ട് കണ്ടിരിക്കുന്നത് ദല്ലാളിനെയാണ്. അപ്പോൾ പാപിയുടെ ഒപ്പമല്ല താൻ പോയത് എന്നിട്ടുള്ള ഒരു ക്ലോസ് അദ്ദേഹം വെച്ചിട്ടുണ്ട്. അത് വ്യക്തമാണല്ലോ അവിടെ. അല്ല മഞ്ജുഷ്, അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് ജാവദേക്കറെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനായാലും ശ്രീ ഇ പി ജയരാജനായാലും പാർട്ടിയുടെ ആൾക്കാർ മാത്രമാണ്. അല്ലാതെ ഒരു പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന ജാവദേക്കറെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പിണറായി വിജയനോട് ഇന്ററാക്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യവുമില്ല. ഏതെങ്കിലും സാഹചര്യമുണ്ടോ? ഇല്ല. അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നുവെങ്കിൽ, അദ്ദേഹം ഏതെങ്കിലും നിലയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാമായിരുന്നു. നേരെ മറിച്ച് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. പക്ഷേ പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന പ്രകാശ് ജാവദേക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു CPM-ന്റെ നേതാവ് മാത്രമാണ്. അതേപോലെ തന്നെ ഇ പി ജയരാജൻ CPM-ന്റെ നേതാവ് മാത്രമാണ്. അപ്പൊ അവർ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇന്ററാക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ജാവദേക്കറെ കണ്ടു എന്ന് പറയാൻ കഴിയില്ല. മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ജാവദേക്കറെ കാണേണ്ട ആവശ്യം? എന്താണ്? BJP-യുടെ സംസ്ഥാന പ്രഭാരിയെ കാണാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് കാര്യം? ഇല്ല. അവിടെ പാർട്ടിയുടെ അംഗം എന്ന നിലയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിൽ ആരൊക്കെ കണ്ടിട്ടുണ്ടോ അതെല്ലാം പ്രശ്നമാണ്. ഞാൻ പറയുന്നത് MP എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രി ക്ഷണിക്കുന്നു, മറ്റൊരു MP എന്ന നിലയ്ക്ക് ഒരാളിനെ ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു കപ്പ് കാപ്പി വാങ്ങിക്കൊടുക്കുന്നത് വലിയ വിവാദമാണ് എങ്കിൽ ഈ ചോദ്യവും പ്രസക്തമല്ലേ? ഇവിടെ ആ MP ബന്ധമല്ലല്ലോ. ഇവിടെയുള്ളത് എന്താണ്? ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട കേന്ദ്ര നേതാവും ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ മറ്റൊരു നേതാവും തമ്മിൽ നടന്നിരിക്കുന്ന പല കൂടിക്കാഴ്ചകളാണ്. ആ കൂടിക്കാഴ്ചകളെ സംബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള കൺവിൻസിംഗ് ആയിട്ടുള്ള വിശദീകരണം CPM നൽകിയേ മതിയാകൂ. അതല്ല എങ്കിൽ ഇങ്ങനെ പല ഘട്ടങ്ങളിലും ആൾക്കാർ കാണാറുണ്ട് എന്ന് പറയണം. ഇപ്പൊ പ്രേമചന്ദ്രന് ബാധകമാകാത്ത ഏതൊക്കെ ഘട്ടമാണ് പിണറായി വിജയന് ബാധകമാകുന്നത്? അദ്ദേഹത്തിന് ബാധകമാകുന്ന ഏതൊക്കെ ഘട്ടങ്ങളാണ് ഒരുപക്ഷെ ശ്രീ ഇ പി ജയരാജന് മറ്റൊരു നേതാവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട് ബാധകമാകുന്നത്? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം മഞ്ജുഷ് നമ്മൾ മറക്കാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഉടനീളം UDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ഒരു ആരോപണം LDF-ഉം BJP-യും തമ്മിൽ ഒരു ഡീലുണ്ട് എന്നും, തിരിച്ച് LDF-ന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ആരോപണം അല്ല, ആ ഡീലുള്ളത് BJP-യും UDF-ഉം തമ്മിലാണ് എന്നുമാണ്. ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്ന സാഹചര്യം അനുസരിച്ച് ആര് പറയുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPM അങ്ങേയറ്റത്തെ പ്രതിരോധത്തിലാണ്.
ഭിത്തിയോട് ചേർന്ന് നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് അവർക്ക് മാറാനോ തിരിഞ്ഞു പോകാനോ ഉള്ള സമയമില്ല. അപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള വിശദീകരണങ്ങളോ കേവലം ഒരു നന്ദകുമാറിനെ ചുറ്റിപ്പറ്റി ഒരാൾ പാപിയായി മാറുന്നു എന്ന് പറയുന്ന ഇക്വലിബ്രിയം ഒന്നും തന്നെ ഇവിടെ നിലനിൽക്കില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ജാവദേക്കറെ കാണാൻ വേണ്ടിയിട്ട് എന്തിനു പോയി? ഇപ്പൊ നമ്മൾ സൽക്കാരപ്രിയനാണ്, കുടുംബത്തിൽ വന്നിരിക്കുന്ന ആളാണ്, ഇറങ്ങിപ്പോകരുത്, പിന്നെ ബർത്ത്ഡേ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ശ്രീ ജാവദേക്കർ കേരളത്തിൽ വരുമ്പോൾ CPM-ന്റെയോ UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ എത്രയോ നേതാക്കന്മാരുടെ വീട്ടിൽ ബർത്ത്ഡേ പാർട്ടി ഉണ്ടാവും. എവിടെയെല്ലാം അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകാനും മാത്രം, ഫ്ളാറ്റിൽ പോകാനും മാത്രമായിട്ടുള്ള ഒരു ബന്ധം അവിടെ ശ്രീ EP ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തായിരുന്നു എന്തെങ്കിലും ചുരുങ്ങിയത് ശരിയാണ് ശ്രീ സയ്യിദ് പണിക്കർ. അതിന് VD സതീശൻ ചോദിക്കുന്നുമുണ്ട്. അതിന് അങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെയാണ് കന്റോൺമെന്റ് ഹൗസും ഉള്ളത്. അങ്ങോട്ട് വരാൻ എന്തായാലും ജാവദേക്കർ തോന്നിയില്ലല്ലോ എന്ന്. ക്ഷണിച്ചിട്ട് വന്നത് പോലും അല്ല എന്നൊക്കെയാണ് ജയരാജൻ പറയുന്നത്. ഒരു കാര്യം കൂടി ശ്രീ BN ഹസ്കർ, അങ്ങനെയാണെങ്കിൽ ഈ പ്രേമചന്ദ്രന് ബാധകമാകുന്ന കാര്യം മുഖ്യമന്ത്രിക്കും ബാധകമാണ്. പ്രേമചന്ദ്രൻ ഒന്നുമല്ലെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ചിട്ടാണ് പോയത്. ഇതങ്ങനെയല്ല, പാർട്ടി വളർത്താൻ വന്ന ഒരു നേതാവിനോടാണ് കൂടിക്കാഴ്ച നടത്തിയെന്ന് മുഖ്യമന്ത്രി പറയുന്നത്. ആരും അത് കണ്ടിട്ടുമില്ല. ഒരു പരസ്യമായിട്ട് ഒരു യോഗവും നടന്നതായിട്ട് ആർക്കും അറിവുമില്ല. ഏതെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുത്തതാണെന്നും അറിയില്ല. അപ്പോൾ അവിടെയും ഒരു രഹസ്യ ഡീലിനുള്ള തയ്യാറെടുപ്പായിരുന്നോ അഡ്വക്കേറ്റ് BN ഹസ്കർ? മഞ്ജുഷേ, ജാവദേക്കറെ ഒരുപക്ഷെ സഖാവ് പിണറായി വിജയൻ കണ്ടത് എയർപോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിവാഹ ചടങ്ങിലോ മറ്റോ ആയിരുന്നു എങ്കിൽ അങ്ങനെ പരസ്പരം സംസാരിച്ചിരുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്തിനാണ് അനാവശ്യമായി വിവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പ്രിസംപ്ഷനും അസംപ്ഷൻസിലേക്ക് ഇപ്പോൾ എത്തേണ്ട കാര്യം? അവിടെയാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. സ്വാഭാവികമായും നമുക്ക് ആരെങ്കിലും കുറ്റപ്പെടുത്തണമെങ്കിൽ ആ കുറ്റപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുക, ആ മാർഗങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള വാദമുഖങ്ങൾ നിരത്തുക എന്നുള്ളതാണ് ഇപ്പൊ സഖാവ് പിണറായി വിജയനിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ തിരിച്ച് EP എടുത്തിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ചാണ്. വളരെ യാദൃച്ഛികമായി പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തിന്റെ മകന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നു, അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വരുന്നു, അദ്ദേഹത്തെ കാണുന്നു, പരിചയപ്പെടുന്നു, പോകുന്നു. ഇതാണ് EP പറഞ്ഞിട്ടുള്ളത്. ഞാൻ തൽക്കാലം ഒരു കാര്യം ഇവിടെ വളരെ യാദൃച്ഛികമായി എന്ന് പറയുമ്പോൾ റോഡ് സൈഡിലൊന്നുമല്ല. ഈ ആക്കുളത്തെ ഫ്ളാറ്റ് എന്ന് പറയുന്നത് സർവീസ് റോഡ് കയറി ഒരു ഇടവഴി കടന്നൊക്കെയാണ് ചെല്ലേണ്ടത്. അത് അല്ലാതെ പറ്റ റോഡ് സൈഡിലൊന്നുമില്ല. പോകുന്ന വഴിക്ക് കയറി എന്നൊക്കെ പറയാൻ EP അതിനകത്ത് പറഞ്ഞ് കുടുങ്ങിയിരിക്കുകയാണ്. ഈ ഭിത്തിയിൽ ചേർത്തൊട്ടിച്ചിരിക്കുന്നു എന്നുള്ള ആ പ്രയോഗം വളരെ ശരിയാണ് മഞ്ജുഷ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് EP ചെയ്യേണ്ടിയിരുന്നത് ഇത്തരത്തിൽ പ്രകാശ് ജാവ്ദേക്കറുമായി ഒരു ചർച്ച നടന്നിരുന്നു. എന്റെ ഫ്ളാറ്റിൽ, മകന്റെ ഫ്ളാറ്റിൽ വെച്ച് ഞാനുമായി സംസാരിച്ചിരുന്നു, കണ്ടിരുന്നു എന്നുള്ള വിവരം അന്നേ ദിവസം പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ, സംസ്ഥാന സമിതിയെയും സംസ്ഥാന സെക്രട്ടറിയെയും അറിയിക്കണമായിരുന്നു. അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് പാർട്ടി അറിയിക്കണമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളിടത്താണ് പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ ചെയ്തിട്ടില്ലാത്തിടത്തോളം കാലം അതൊരു വലിയ വീഴ്ചയായി IP-ക്ക് മുന്നിൽ വരുന്നു. രണ്ട്, അദ്ദേഹം അനവസരത്തിൽ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവിൽ നിൽക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇത് വിളമ്പിയിരിക്കുന്നു. ഈ രണ്ട് ഗുരുതര പ്രശ്നമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അനുഭാവികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയിലാക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി തന്നെ പാർട്ടി കാണണം എന്നു തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. കാരണം പാർട്ടിയിൽ വിശ്വസിക്കുകയും ഈ പാർട്ടി ഒരു പ്രത്യാശയുടെ തുരുത്തായി നിലനിൽക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ അനേക ലക്ഷങ്ങൾ ആളുകൾ ഇതുപോലെ ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഘട്ടത്തിൽ അവരുടെയൊക്കെ ആഗ്രഹവും അങ്ങനെ തന്നെയാണ്. താങ്കൾ പറഞ്ഞ നേരത്തെയുള്ള കാര്യത്തിന് ഒരേ തുലാസിൽ തന്നെ തൂക്കണം EP-യെയും അതുപോലെ തന്നെ പ്രകാശ് ജാവ്ദേക്കറെയും എന്ന് താങ്കൾ പറഞ്ഞു. അവിടെ ഒരു വ്യത്യാസം ശ്രീ ശ്രീജിത് പണിക്കർ പറഞ്ഞത്, പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജാവ്ദേക്കർ വന്നിട്ടുള്ളത്. അവരത് തുറന്നു പറയാൻ മടി കാണിച്ചിട്ടില്ല. ഞങ്ങൾ മറ്റു പാർട്ടിയിലെ നേതാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്, പാർട്ടി വളർത്തുക എന്നുള്ള ലക്ഷ്യമാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ BJP എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കപ്പെടേണ്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് രഹസ്യബാന്ധവത്തിന് പോയത് എന്ന്. അപ്പോൾ രണ്ടുപേരെയും ഒരേ തട്ടിൽ തൂക്കാൻ പറ്റില്ല എന്നാണ് ശ്രീ ശ്രീജിത് പണിക്കർ പറയുന്നത്. ഒരു കാര്യം കൂടി, അതിനുള്ള മറുപടി കൂടി പറഞ്ഞോളൂ. EP-യെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെയും കുറ്റപ്പെടുത്തണം. കാരണം താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു NK പ്രേമചന്ദ്രന്റെ കാര്യം. പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ കണ്ടു എന്നുള്ള കാര്യത്തിനാണ് ഇത്രയും ആരോപണങ്ങൾ നേരിടേണ്ടി വന്നത്, അതും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എന്തിന് ജാവ്ദേക്കറെ കാണണം? ഈ രണ്ട് കാര്യങ്ങൾക്കുമുള്ള മറുപടി. അല്ല, നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. കാരണം എന്ന് വെച്ചാൽ BJP-യുടെ ലൈൻ അതാണ്. മറ്റ് പാർട്ടികളിൽ നിന്ന് നേതാക്കളെ ഏത് രീതിയിലും പ്രലോഭിപ്പിച്ചോ പണം കൊടുത്തോ മറ്റേതെങ്കിലും തരത്തിലോ
BJP-യിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് പ്രകാശ് ജാവദേക്കർ നടത്തിയ പ്രവർത്തനത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല. ഞാനത് അംഗീകരിക്കുന്നു. അതാണ് പോളിസി എങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അത് അവരുടെ നിലപാടാണ്. പക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM അങ്ങനെയല്ല അതിനെ കണക്കാക്കുന്നത്. CPM മാത്രമല്ല, പൊതുവെ നമുക്ക് നമ്മുടെ ഒരു രാഷ്ട്രീയ ബോധ്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടുണ്ടോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ മാത്രമാണ് നമുക്ക് എനിക്ക് അത് രണ്ടും ഷെയ്ഡി ക്യാരക്ടറായിട്ട് തോന്നിയത്. ശ്രീജിത്ത് പണിക്കർക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ വിശദീകരണം വളരെ വ്യക്തമാണ്. കാരണം BJP-യുടെ പോളിസിയാണത്. അപ്പൊ പിന്നെ അങ്ങനെയാവും. പക്ഷെ അത്തരം പോളിസികൾ പാടുണ്ടോ എന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പ്രവർത്തകന് ചിന്തിക്കാവുന്നതാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ പാടില്ല എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുവിൽ നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ആദർശാത്മകമായിട്ടുള്ള നിലപാടിന്റെ ഒരു പ്രശ്നമാണ്. BJP-ക്ക് ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്, രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, അതിന് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് പ്രവർത്തിക്കാം. പക്ഷേ ഒരിക്കൽ പോലും മറ്റ് പാർട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ വെറുതെ വഴിയടക്കുന്ന ആളുകളെയൊക്കെ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ കൊടുത്തും പണം കൊടുത്തും നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പൊ നിർമ്മലാ സീതാരാമൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറഞ്ഞ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിന്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നുണ്ടെങ്കിൽ പണം വേണം, മസിൽ പവർ വേണം, ജാതി വേണം എന്ന് ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് 3 ഉപയോഗിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. ഒരു രാഷ്ട്രീയ നിലപാടായിട്ട് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പ്രകാശ് ജാവദേക്കറുടെ പ്രവൃത്തി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ 2 പേരും ചെയ്തിരിക്കുന്നതായിട്ടുള്ള പ്രവൃത്തി ഷെയ്ഡി ക്യാരക്ടറാണ് എന്ന് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തത് മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ പ്രേമചന്ദ്രനും. മുഖ്യമന്ത്രിയും പ്രേമചന്ദ്രനും നമ്മൾ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് ശരിയല്ല എന്ന അഭിപ്രായക്കാരനായ. കാരണം രാഷ്ട്രീയ പാർട്ടികൾ വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവരുടെ വ്യക്തികൾ MLA, MP, മന്ത്രിമാർ ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും എതിർ രാഷ്ട്രീയ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്നതായിട്ടുള്ള ഔദ്യോഗിക തലങ്ങളിലുള്ള മന്ത്രിമാരും അതേപോലെ തന്നെ MP-മാരും MLA-മാരും ഒക്കെ ആയിട്ട് ഇടപഴകേണ്ടി വരും. ചിലപ്പോൾ അവരായിട്ട് ചായ കുടിക്കേണ്ടി വരും, ചിലപ്പോൾ അവരുടെ ക്ഷണം സ്വീകരിക്കേണ്ടതായിട്ട് വരും. അത് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ശരിയായ രാഷ്ട്രീയമായിട്ട് ഞാൻ വിലയിരുത്തുന്നില്ല. പക്ഷേ രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള പാർട്ടികൾ ഒരു കാരണവശാലും തങ്ങളുടെ ഭാഗത്ത് നിന്നോ തങ്ങളുടെ ഒപ്പം നിൽക്കുന്നതായിട്ടുള്ള ആളുകളോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന് വ്യക്തമാക്കേണ്ടതാണ്. പൊതുസമൂഹത്തിന്റെ മുന്നിൽ അത്തരം ഒരു കാര്യം അവർക്ക് ന്യായീകരിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രേമചന്ദ്രൻ ചെയ്ത അതേ തന്നെ കാര്യം പിണറായി വിജയൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എത്രമാത്രമാണ് പ്രേമചന്ദ്രന് തെറ്റ് ഉള്ളത്, അതേ തെറ്റ് തന്നെയാണ് പിണറായി വിജയനുള്ളത്. ഒന്നില്ലെങ്കിൽ അവർ രണ്ടുപേരും തെറ്റുകാർ, അല്ലെങ്കിൽ അവർ രണ്ടും തെറ്റുകാരല്ല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഓരോരുത്തരും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ശരിയും തെറ്റുമായിട്ട് വിലയിരുത്താനായിട്ട് പറ്റുകയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഓരോ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്നതായിട്ടുള്ള നിലപാടുകളുടെ അകത്ത് നിന്നുകൊണ്ട് നമുക്കൊരു പ്രശ്നത്തിൽ നമ്മളുടെ നിലപാട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. പാർട്ടിക്ക് അവരുടെ നിലപാടുകൾ പറയാം, ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടാണ്, മറ്റുള്ളവർക്ക് അവരവരുടെ പാർട്ടിയുടെ നിലപാടുകളും പറയാം. പക്ഷെ നമ്മൾ മാറി നിന്നുകൊണ്ട് നിരീക്ഷണം നടത്തുന്ന സമയത്ത്, ഒരു അനാലിസിസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഒരു അനലിസ്റ്റിന് ഉണ്ടാവേണ്ടതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവണം. ആ കാഴ്ചപ്പാട് അല്ല ശ്രീജിത്ത് പണിക്കർ പറയുമ്പോൾ വരുന്നത്. BJP-യുടെ നിലപാടാണ്. BJP-യുടെ നിലപാട് ആയിക്കോട്ടെ, BJP ഒക്കെ അങ്ങനെ പറയാം, അവരുടെ നിലപാട് ഇതാണ് എന്ന് പറയാം. പക്ഷെ നമ്മൾ BJP ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനത്തെ വിലയിരുത്തുന്ന സമയത്ത് അത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുമ്പോൾ ആ തെറ്റാണ് എന്ന് ശ്രീജിത്ത് പണിക്കർക്ക് പറയേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ ഒരു തിരുത്തൽ വരുത്താൻ താങ്കൾ തയ്യാറുണ്ടോ? ഇതൊരു സ്വയം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. നേരത്തെ താങ്കൾ പറഞ്ഞതിനെ NM പിയേഴ്സൺ പറഞ്ഞതും ശരി, താങ്കളുടെ ബോധ്യം അതാണെങ്കിൽ ശരി എന്ന്. പക്ഷെ അത് ഖണ്ഡിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്വന്തം വാദമുഖം നിരത്തി. അല്ല, നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം ഇതിന്റെ വീഡിയോ വരുന്ന സമയത്ത് ശ്രീ പിയേഴ്സൺ ഒരിക്കൽ കൂടി അത് ശ്രദ്ധിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ശ്രീ പിയേഴ്സന്റെ വാദത്തിനോട് നമുക്ക് യോജിക്കാം, പ്രൊവൈഡഡ് അതൊരു ശരിയായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്ന നിലയ്ക്കാണ് എങ്കിൽ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് അങ്ങനെ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്രകാശ് ജാവദേക്കറും ഒരു ഈക്വൽ കൾപ്രിറ്റ് എന്ന രീതിയിലത്തേക്ക് നമുക്ക് കരുതാം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ വാദത്തിനോട് ചേർന്ന് നിൽക്കുകയാണ് ഞാൻ. പക്ഷെ ഇവിടുത്തെ സാഹചര്യം അതല്ല. സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടി വികസിപ്പിക്കുക എന്നതിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റു പാർട്ടികളിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് അവർ അൺഅപ്പോളജറ്റിക്കാണ് ആ കാര്യത്തിൽ. അതിപ്പോ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു EP ജയരാജന്റെ കാര്യം മാത്രമാണോ? നമ്മൾ എത്രയോ പേര് NCPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവിടേക്ക് വരുന്നത് കണ്ടു.
പിന്നെ നിതീഷ് കുമാർ അവിടേക്ക് വീണ്ടും വരുന്നത് നമ്മൾ കണ്ടു. പല പാർട്ടിയുടെ നേതാക്കന്മാരെ അവരെ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടു. അത് രാഷ്ട്രീയത്തിൽ, പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം മറ്റു പാർട്ടികളിൽ നിന്ന് പോയിരിക്കുന്ന ആൾക്കാരും തന്നെ CPM-ൽ വന്നിട്ടില്ലേ? ആ വന്നിരിക്കുന്ന ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള പദവിയും കൊടുത്തിട്ടില്ലേ? ഇപ്പോൾ ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞിട്ട് UDF-ന്റെ കോൺഗ്രസിന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നല്ലോ. ആ നേതാവ് CPM-ൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് പദവി കൊടുത്തില്ല എന്നാണോ നമ്മൾ പറയുന്നത്? എത്രയോ നേതാക്കന്മാർ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ കോൺഗ്രസിൽ നിന്ന് അബ്ദുള്ളക്കുട്ടി പിന്നീട് LDF-ലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള പദവിയും കിട്ടിയില്ല എന്നാണോ പറയുന്നത്? അപ്പൊ ഈ പറയുന്ന ആദർശ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. ഇത് നമ്മൾ പേപ്പറിൽ എഴുതി കാണിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയത്തോ മാത്രമേ ഈ നിലയ്ക്കുള്ള ആദർശ രാഷ്ട്രീയമുള്ളൂ. മറ്റൊരു കോൺഗ്രസിലാണ് അദ്ദേഹം പറഞ്ഞത്, മാറി നിന്ന് ഈ രാഷ്ട്രീയം വീക്ഷിക്കുന്നയാൾക്ക് ഈ പറയുന്ന നിലപാടുകൾ അത് തെറ്റാണെന്ന് തോന്നും, അങ്ങനെ ബോധ്യപ്പെടും എന്നുള്ളതാണ്. അല്ല, നമ്മൾ മാറി നിന്ന് കാണുമ്പോൾ യാഥാർത്ഥ്യത്തിനെ മറന്നുകൊണ്ട് നമുക്ക് കരുതാൻ കഴിയുമോ? നമ്മൾ ഐഡിയൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വാഗ്ദത്ത ഭൂമിയിലുള്ള ഒരു നിലപാട് എന്ന നിലയ്ക്ക് നമുക്കിത് പറയാൻ കഴിയുമോ? ഇവിടെ നമ്മൾ പ്രായോഗിക രാഷ്ട്രീയത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ന നിലയ്ക്ക് ഈ പാർട്ടികളെല്ലാം തന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ഈ രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്താറുണ്ട്. വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതിനപ്പുറത്തെ കോൺഗ്രസ് എന്ന് പറയുന്നതിനപ്പുറത്തെ കോൺഗ്രസ് രാഷ്ട്രീയം പറഞ്ഞിരിക്കുന്ന K. കരുണാകരൻ എവിടെ പോയിട്ട് തിരിച്ചു വന്നതാണ്? അദ്ദേഹത്തിന്റെ മകൻ ഉമ്മൻചാണ്ടിക്കെതിരെ ഘോരഘോരം പ്രസംഗം നടത്തിയിരുന്ന ശ്രീ K. മുരളീധരൻ ഇന്ന് അദ്ദേഹത്തിന് നാവ് പൊന്തുമോ? അതിൽ ഒരു വാക്ക് പറയാനായിട്ട് ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദർശ രാഷ്ട്രീയം പയറ്റുന്ന ഒരാളും ഇല്ല. അതിപ്പോ BJP-യുടെ മാത്രം ഒരു കാര്യമല്ല. നേരെ മറിച്ച് BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രഖ്യാപിത നിലപാട് എന്നത് എന്നിലെ രാഷ്ട്രീയ നിരീക്ഷകൻ കാണുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വ്യക്തമായിട്ട് പത്രസമ്മേളനം നടത്തി പറയുകയാണ്, നോക്കൂ, മറ്റുള്ള പല രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ വരും. അത് ഇവര് ശോഭാ സുരേന്ദ്രനും ജാവദേക്കറും മാത്രമല്ല പറയുന്നത്, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നുണ്ട്. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ നോക്കിക്കോ, കുറെ അധികം ആൾക്കാർ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ വെറുതെ ഒരു ദിവസം മാരാർജി ഭവന്റെ മുന്നിൽ വന്ന് നിൽക്കുകയല്ല. നേരെ മറിച്ച് അവരുമായിട്ട് ചർച്ചകൾ നടത്തും. അത് ഏത് രീതിയിലുള്ള ഡീലാണ് അവർക്ക് കൊടുക്കുന്നത് നമുക്കതിപ്പോ ശ്രീ പിയേഴ്സൺ പറയുന്ന പോലെ പണമാണോ, പദവിയാണോ, അതോ മറ്റെന്തെങ്കിലും ഓഫറാണോ നമുക്കറിയില്ല. ചിലപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നിലവിൽ പാർട്ടിയിലുള്ള പൊസിഷനുമായി ബന്ധപ്പെട്ട് അവർക്ക് നിരാശയുണ്ടാകാം. പാർട്ടിയിൽ അർഹപ്പെട്ട പ്രാധാന്യം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള തോന്നൽ അവർക്കില്ലാതിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ തന്നെ ഇങ്ങനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്നത്തെ BJP-യുടെ വളർച്ചയുടെ ഒരു ഭാഗമാണ് എന്നുള്ളത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യത്തിൽ എന്ത് പ്രത്യേകതയാണുള്ളത്? തീർച്ചയായും ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശ്രീ പ്രേമചന്ദ്രന്റെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ ശ്രീ പിണറായിയും തെറ്റുകാരനാണ് എന്നും, ഇതില്ല എങ്കിൽ രണ്ടുപേരും അങ്ങനെയല്ല എന്നുമാണ്. അതിലും എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ശ്രീ പ്രേമചന്ദ്രൻ ചെയ്തിരിക്കുന്നതിൽ തെറ്റേ ഇല്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പല പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരെ ഒരു പാർലമെന്റ് സെഷൻ തീരുന്ന ദിവസം വരൂ നമുക്കൊരു കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 10-12 പേരെ വിളിച്ചു കഴിഞ്ഞാൽ അതിൽ പോവുക, അവിടെ സംസാരിക്കുക, ചായ കുടിക്കുക, സൗഹൃദത്തോടു കൂടി പിരിയുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല വ്യക്തി സൗഹൃദത്തിന്റെ ഒരു ലക്ഷണമാണ്. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായത്തിന്റെയോ ആദർശത്തിന്റെയോ ഭിന്നത കൊണ്ട് നിങ്ങൾ ഒരു മറ്റ് വിരുദ്ധ ചേരിയിലുള്ള ഒരാളിനോടൊപ്പം ഇരുന്ന് ഒരു കാപ്പി പോലും കുടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് തെറ്റ്. നേരെ മറിച്ച് ഇത് അങ്ങനെയല്ല. ഇത് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതല്ല, മറ്റു രീതിയിലുള്ള ചർച്ചകളാണ്, അത് പരസ്യമാണ്, അതിന്റെ ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. നേരെ മറിച്ച് ശ്രീ പിണറായി വിജയൻ കണ്ടിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നതിനെ പറ്റി നമുക്കാർക്കും അറിയില്ല. ഇപ്പൊ നമ്മൾ ഒരു പൊസിഷൻ പറയുന്ന സമയത്ത് ഒരു പക്ഷേ വിമാനത്തിലായിരിക്കാം, അതല്ല എങ്കിൽ എയർപോർട്ടിലായിരിക്കാം, ഇനി അതല്ലെങ്കിൽ ഒരു വിവാഹ വേദിയിലായിരിക്കാം എന്നുള്ളത് ശ്രീ ഹസ്കർ ഇവിടെ പറയുന്ന ഊഹങ്ങളാണ്. അങ്ങനെയാണോ കണ്ടിട്ടുള്ളത്? നമുക്കറിയില്ല. അപ്പൊ നമ്മൾ കാണാത്ത ഒരു കാര്യത്തിൽ അഥവാ മറ്റൊരു സാഹചര്യത്തിൽ ഈ രണ്ടുപേര് തമ്മിൽ കാണേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ എന്തിനാണ് ഇവർ കണ്ടത്, എപ്പോഴാണ് ഇവർ കണ്ടത് എന്നത് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. നേരെ മറിച്ച് പാർലമെന്റിൽ ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് പ്രധാനമന്ത്രി മോദിയും ശ്രീ പ്രേമചന്ദ്രനും. അപ്പൊ അവർക്ക് കണ്ടുകൂടെ? അവർക്ക് കാണാം, സംസാരിക്കാം. അത് തന്നെയുമല്ല, ശ്രീ പ്രേമചന്ദ്രനെ മാത്രമല്ല ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പല ആൾക്കാരെ വിളിച്ചു. എനിക്ക് ഒന്ന് BJP-ൽ നിന്ന് എന്തോ ഒരംഗത്തിന് ജമ്മു കാശ്മീരിൽ മറുപടി ഇക്കാര്യത്തിൽ ഈ രണ്ട് കാര്യത്തിനും ഉള്ള മറുപടി അതിനകത്ത് മുഖ്യമന്ത്രി എന്ന നിലക്ക് ആരെയും കാണാം, പിണറായി വിജയനെ നമുക്കത് അങ്ങനെ കണ്ടൂടെ? അപ്പൊ അതുകൊണ്ട് അത് എന്റെ അഭിപ്രായത്തിൽ ഇവരൊക്കെ കാണണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. മുഖ്യമന്ത്രി പിന്നെ ആളെ ശരിയായ കാര്യമല്ലല്ലോ, അവരെല്ലാവരും അങ്ങ് പറയുന്ന കാര്യത്തിനോട് എനിക്ക് യോജിപ്പാണ്. എല്ലാവരെയും കാണണം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം BJP-യുടെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ദൂതനല്ലേ?
നമുക്കറിയില്ല എന്തായാലും. ഹസ്കർ അല്ല, പറയുന്നത് അദ്ദേഹത്തിന് എന്തിനു കാണണം എന്നുള്ളതാണ് ചോദ്യം. ബി അല്ല, ജെ പിയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ദൂതനും മറ്റു പക്ഷേ- പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാരെ ഇങ്ങോട്ട് സ്വീകരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരാളിനെ സംസ്ഥാന മുഖ്യമന്ത്രി കാണേണ്ടുന്ന സാഹചര്യം എന്താണെന്നുള്ളതിനെ പറ്റി മാധ്യമങ്ങൾക്ക് പോലും അറിയില്ല. അതാണ് പ്രശ്നം. അല്ല, പ്രകാശ് ജാവദേക്കർ കണ്ടു എന്നുള്ള ഹസ്കർ പറയുന്നതിൽ എനിക്ക് വലിയ കഥയൊന്നും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്കൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയ നേതാക്കളൊക്കെ കാണാം, സംസാരിക്കാം, ഇതേപോലുള്ള വാചകങ്ങൾ പറയാം, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല. കാരണം അതൊക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്നതായിട്ടുള്ള ഡയലോഗുകൾ മാത്രമാണ്. രഹസ്യ ഉടമ്പടികളുടെ ഡീലുകൾ അതിൽ അവർ ഇടപെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ആരായാലും എതിർക്കേണ്ടതായിട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇവർ സംസാരിച്ചതിൽ തെറ്റ് നമ്മൾ കണ്ടെത്താൻ നടക്കുന്നതിൽ കഥയില്ല എന്നാണ് എന്റെ അഭിപ്രായം. ആരായാലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവര് നടത്തുന്ന ഇടപാടുകളെല്ലാം രഹസ്യമാകുകയും അത് നമ്മളുടെ ഒരു രാഷ്ട്രീയത്തിന്റെ ആദർശത്തിനും വളരെ മോശമായിട്ടുള്ളതാണ് എങ്കിൽ എതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഇന്നത്തെ ചർച്ചകളിലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം സത്യസന്ധമായി സംസാരിക്കാനായിട്ട് ആരും തയ്യാറാവില്ല എന്നുള്ളതാണ്. സത്യസന്ധമായി സംസാരിക്കുന്നതിന് പകരമായിട്ട് തങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള വാക്കുകളെല്ലാം വളരെ വളരെ എന്താണ് ബോധപൂർവമായിട്ടും കൗശലപൂർവവും ചാണക്യസൂത്രത്തോടെയും എതിരാളികൾക്കെതിരായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു വ്യഗ്രതയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര മലീമസമായ രീതിയിൽ നമ്മളുടെ ചർച്ച പോലും പോകുന്നത്. നമുക്ക് ടെലിവിഷൻ ചർച്ചകൾ പോലും മര്യാദക്ക് നടത്താൻ പറ്റാതെ പോകുന്നതിന്റെയും അടിസ്ഥാനം അതാണ്. നമുക്ക് കുറച്ചുകൂടി റീസണബിൾ ആയിട്ട് കാര്യങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുന്നതിന്റെ പേരിലാണ് അത്ര അപകടകരമില്ലാത്ത ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും നമുക്ക് യഥാർത്ഥത്തിൽ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ ചുറ്റുപാട് നടക്കുന്ന പ്രായോഗിക രാഷ്ട്രീയവും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള മലീമസമായിട്ടുള്ള വശങ്ങളും തീർച്ചയായിട്ടും അനലൈസ് ചെയ്യുകയും പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നിലപാട് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഒരു ശരിയായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെന്നാണ്. അതിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവേണ്ടത്. ശരി ശ്രീ എൻ എം പിയേഴ്സൺ, അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇവിടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഡീൽ എന്ന് പറയുമ്പോൾ ഈ ദല്ലാൽ പറഞ്ഞ കുറേയേറെ കാര്യങ്ങൾ അത് കുറേ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ലാവ്ലിൻ കേസ് തുടർച്ചയായി മാറ്റിവെക്കുന്ന കാര്യം, അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ BJPയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗുണങ്ങൾ, അത് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടും അല്ലെങ്കിൽ സർക്കാർ ടു സർക്കാർ ആണെങ്കിലും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, സ്വർണ്ണക്കടത്ത് കേസിലെ കാര്യം, ഇതൊക്കെ സംശയത്തിന് നിഴലിൽ നിൽക്കുന്നവയാണ്. അതെല്ലാം ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്ന് പറയുമ്പോൾ പൊതുസമൂഹം എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കാതിരിക്കണം? ഇതിന്റെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടത് ആരാണ്? EP പറയണം. EP വ്യക്തമായിട്ട് എന്തൊക്കെയാണ് അന്ന് നടന്നത്, എന്തൊക്കെ ചർച്ചയായി എന്ന് പറയണം. അതിന് EP മടിക്കുകയാണെങ്കിൽ അദ്ദേഹം എന്തിനോ ഭയക്കുന്നുണ്ട്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. തുറന്നു പറയുന്നതിന് ഭയക്കുന്നുണ്ട്. ശോഭ പറഞ്ഞതുപോലെ ജീവന് തന്നെ ഭീഷണി ഉള്ളത് കൊണ്ടാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. മഞ്ജുഷ, കളങ്കിതരായ വ്യക്തികൾ വെളിപ്പെടുത്തുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ പായുക എന്നുള്ളതല്ല കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ ബോധത്തിന്റെ. പിന്നെ ഇവിടെ ഒന്നും പായാത്തതുപോലെ CPM ഇതിന് പിന്നാലെ ഒന്നും പാഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഒന്നിന്റെ പിന്നാലെയും. അങ്ങനെയല്ല. ഇതിൽ EP അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം വിശദീകരിക്കേണ്ടതായി വരും. ആ വിശദീകരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കായിരിക്കും പാർട്ടി ചെന്നെത്തുക. അങ്ങനെ ആവാതിരുന്നു കഴിഞ്ഞാൽ പാർട്ടി വലിയൊരു ആഭ്യന്തര ആശയ സമരത്തിന്റെ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആശയ സമരത്തിന്റെ വേദി തുറക്കപ്പെടേണ്ടി വരും. അങ്ങനെയൊന്നും അപകടകരമാവുന്ന തലത്തിലേക്ക് പാർട്ടി ചെന്നെത്തും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിനു മുൻപും EP പാർട്ടിയെ വെട്ടിലാക്കിയ സമയത്തൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ചെന്നെത്തിയില്ല. MV ഗോവിന്ദന്റെ യാത്ര നടക്കുന്ന സമയത്ത് തുടർച്ചയായി യാത്രയിൽ പങ്കെടുക്കാതെ ദല്ലാളിനൊപ്പം സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തത് ആരാണ്? EP ജയരാജനാണ്. അന്നും ചർച്ച ചെയ്തതാണല്ലോ. എന്ത് നടപടിയെടുത്തു EP-ക്കെതിരെ? അദ്ദേഹം പുഷ്പം പോലെ തൃശ്ശൂരിൽ വന്ന യാത്രക്കിടെ വന്ന് പങ്കെടുത്തിട്ട് പോയി. അപ്പോൾ അത്രയും നാൾ പങ്കെടുക്കാതിരുന്നത് ക്യാൻസൽ ചെയ്യപ്പെട്ടു. ദല്ലാളിനൊപ്പമായിരുന്നു അദ്ദേഹം ആ സമയത്ത്. ജാഥയ്ക്ക് ഓരോ പാർട്ടി നേതാക്കന്മാർക്കും എവിടെയൊക്കെ പങ്കെടുക്കണം, എവിടെയൊക്കെ പങ്കെടുക്കണ്ട എന്നൊരു തീരുമാനമുണ്ട്. ഒരു തീരുമാനം അക്കാര്യത്തിൽ ഇല്ലായിരുന്നു. ജയരാജന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും തീരുമാനമൊന്നും ഇല്ലായിരുന്നു. ജയരാജൻ LDF-ന്റെ കൺവീനറായിരുന്നു ആ സമയത്ത്. അങ്ങനെയല്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് നേതാക്കന്മാർ എവിടെയൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത്തരത്തിൽ തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിൽ അദ്ദേഹം പങ്കെടുത്തത്. അല്ലാതെ കാസർഗോഡ് മുതൽ ജാഥയിൽ തുടരുന്ന ജാഥ ടീം അംഗമായിരുന്നില്ല
സഖാവ് കേരളമാകെ EP എവിടെ എന്നുള്ള ചർച്ച നടക്കുന്ന സമയത്താണ് EP കൂളായിട്ട് ദല്ലാളിനൊപ്പം ആ പരിപാടിയിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ സ്വകാര്യ ചടങ്ങിൽ, ദല്ലാളിന്റെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തത് ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ. എന്തുണ്ടായി? EP-ക്കെതിരെ ഒന്നും ഉണ്ടായില്ല. അതാണ് EP ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് വേണ്ടിയാണോ, പാർട്ടിയുടെ രഹസ്യമായ അറിവോട് കൂടിയാണോ എന്ന സംശയവും ഉയരുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം പറയുന്ന പോലെ EP ഇവിടെ ബലിയാടാക്കാൻ പോവുകയാണ് പാർട്ടിക്ക് വേണ്ടി ചെയ്തതിന്, അത് പുറത്തറിഞ്ഞതോടുകൂടി. എത്ര ഒരു ഡസനിലധികം കോൺഗ്രസ് നേതാക്കന്മാർ BJP പാളയത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് അതും തുറന്നു പറഞ്ഞത് സുരേന്ദ്രനാണല്ലോ. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി സഖാവ് EP ഇങ്ങനെ ഒരു ചർച്ച നടത്തി എന്ന് പറയുന്നത്. സ്വകാര്യ ചടങ്ങിൽ അല്ലെങ്കിൽ സ്വകാര്യ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ K സുധാകരൻ ഇങ്ങനെ ഒരു കാര്യം തുറന്നു പറഞ്ഞതിന് ശേഷം എത്രമാത്രം അദ്ദേഹം അപമാനിക്കപ്പെട്ടു. BJP-യുമായിട്ട് രഹസ്യ ചർച്ച നടത്തി, BJP-യിലേക്ക് ഇന്ന് പോകും നാളെ പോകും എന്നൊക്കെ പറഞ്ഞ് K സുധാകരനെ ഇപ്പോഴും അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. പക്ഷേ ഇങ്ങനെ ചർച്ച നടത്തിയ കാര്യം രഹസ്യമാക്കി വെച്ച EP-ക്ക് കുഴപ്പമില്ല. EP എന്നിട്ട് പറയുകയാണ് സുധാകരൻ ഓർമ്മക്കുറവാണ്, മരുന്ന് കഴിക്കണം. അങ്ങനല്ല, നമ്മൾ ഇതിന്റെ രണ്ട് തരത്തിലല്ല കാണുന്നത്. CPM വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ സമീപിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. CPM അങ്ങനെ ഗൗരവത്തിൽ സമീപിച്ചില്ല എങ്കിൽ സമീപ ഭാവിയിൽ പാർട്ടിക്കുള്ളിൽ ഇതൊരു വലിയ ആഭ്യന്തര പ്രശ്നമായി മാറാനും ആശയ സമരത്തിന്റെ തുടർച്ചയാകാനുമുള്ള സാധ്യതകൾ ഉണ്ടാകും. അത്തരത്തിൽ ചിന്തിക്കുന്നവരാണ് പാർട്ടിയുടെ അണികൾ മുഴുവൻ. അത്തരത്തിൽ ചിന്തിക്കുന്നതാണ് പാർട്ടിയുടെ മഹാഭൂരിപക്ഷം വരുന്ന പ്രവർത്തകർ എന്നതുകൂടിയാണ് ഈ ചർച്ചയിൽ ബോധ്യപ്പെടുന്നത്. ശരി, അഡ്വക്കേറ്റ് BN ഹസ്കർ, എന്തായാലും സാധാരണ CPM-ന്റെ ന്യായീകരണ ആളുകൾ പറയുന്നത് പോലെ അല്ല താങ്കൾ പറഞ്ഞത് എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അണികൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെയുള്ള പ്രതികരണം താങ്കളിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. നന്ദി അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ NM പിയേഴ്സൺ, ശ്രീ ശ്രീജിത്ത് പണിക്കർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: EP ജാവ്ദേക്കറെ കണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയോ? അതെ എന്ന് 79% പ്രേക്ഷകർ, അല്ല എന്ന് 18%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.